ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഹാപ്പി വുമൻസ് ഡേ. ഇന്നത്തെ വീഡിയോ വുമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കി പഠിച്ചു കൊടുത്ത കുറച്ച് മണി സേവിങ് ടിപ്സും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, റെഡി അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. കാരണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പൈസ സംബന്ധിച്ച ഒരു കാര്യം മാത്രമല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി, ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലൂടെ നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ലൈഫ് മെച്ചപ്പെടുത്താനും മീനിങ് ആക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലൂടെ നമ്മൾ സ്ത്രീകൾക്ക് ചോയ്സസ് ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ കൺട്രോൾ ഉണ്ടാവും നമ്മുടെ ലൈഫിന്റെ മുകളിൽ. ചോയ്സസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണം, അപ്പൊ എനിക്കൊരു ഹെൽപ്പിനെ വേണം. എനിക്ക് ജോലി ചെയ്യാൻ ഒരു ഹെൽപ്പ് വെക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് വെക്കാൻ പറ്റും. ഐ ഹാവ് ദ ചോയ്സ്. ഇനി എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് ഓഫീസിൽ പോകണം, അപ്പൊ എന്റെ കുട്ടീനെ വീട്ടിൽ നോക്കാൻ ആരുമില്ല, അപ്പൊ എനിക്ക് ജോലിക്ക് എന്തായാലും പോയാൽ പറ്റും, അപ്പൊ എനിക്ക് കുട്ടീനെ നോക്കാൻ ഒരു ഹെൽപ്പിനെ വെക്കണം, ഒരു അതിനെ വെക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വെക്കാം. ഐ ഹാവ് ദ ചോയ്സ്. അങ്ങനെ നമ്മുടെ ലൈഫിൽ കുറെ ചോയ്സസ് നമുക്ക് നമ്മളെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ചോയ്സസ് എടുക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്കത് സാധിക്കും. അതുപോലെ തന്നെ കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ്? പല സ്ത്രീകളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, എൻ്റെ അച്ഛനമ്മ എനിക്കൊന്നും തന്നിട്ടില്ല, എന്നെ നല്ല സ്ഥലത്ത് കെട്ടിച്ചയച്ചില്ല, എൻ്റെ ഭർത്താവാണെങ്കിൽ ഒന്നിനും കൊള്ളൂല, എനിക്ക് ജോലിയില്ല, എനിക്കൊന്നുമില്ല. നമ്മൾക്ക് അങ്ങനത്തെ ഒരു വിക്ടിം പ്ലെയർ ആവണ്ട. ഐ കംപ്ലീറ്റ്ലി വിത്ത് ദം, ലൈക്ക് എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വിക്ടിം പ്ലെയർ ആയതുകൊണ്ട് ഒന്നും ഒരു നമ്മൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ എനിക്കതില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അവരിത് ചെയ്തു തന്നില്ല, എനിക്ക് ഇന്ന ആൾക്കാർ ഇത് ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരല്ല. വി ഹാവ് ടു ഗ്രോ, റൈറ്റ്? വി ഹാവ് ടു ഗ്രോ. നമ്മൾക്ക് അച്ഛനും അമ്മയും ഒന്നും ചെയ്തു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാം. ഭർത്താവ് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. മക്കൾ ചെയ്തു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ വി ഗ്രോ അവർ സെൽഫ്, ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സംഭവിക്കും. അപ്പം ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആവും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, കൺട്രോൾ. നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വരും. കൺട്രോൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള അബ്യൂസസ് നമുക്ക് സംഭവിക്കാം. ഫിസിക്കലി ആവണമെന്നില്ല, ഇമോഷണൽ അബ്യൂസ് ഈസ് ഓൾസോ എൻ അബ്യൂസ്. ഓൾവേസ് റിമെമ്പർ, സ്ത്രീകൾ വളരെയധികം മനസ്സിലാക്കേണ്ട വലിയൊരു പോയിന്റ് ഇതാണ്. ഫിസിക്കലി അബ്യൂസ് ചെയ്താൽ മാത്രമല്ല അബ്യൂസ്. ഓക്കെ, നമ്മളെ ഇമോഷണലി അബ്യൂസ് ചെയ്താലും അതൊരു അബ്യൂസ് ആണ്. ആർക്കും നിങ്ങളെ ഇമോഷണലി അബ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അത് നിങ്ങൾ കൊടുക്കരുത്. അപ്പൊ ഈ കൺട്രോൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് ഇത്തരത്തിലുള്ള അബ്യൂസ് നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് വരാം, നമ്മുടെ പാർട്ട്ണർ അടുത്ത് വരാം, പാരന്റ്സിന്റെ അടുത്ത് വരാം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൺലി സെക്ഷൽ അബ്യൂസ്, എനി കൈൻഡ് ഓഫ് അബ്യൂസ്. അത്തരം അബ്യൂസസ് മറ്റുള്ളവരിൽ നിന്ന് വരുന്ന സമയത്ത് വി ഷുഡ് ഹാവ് ദ പവർ ടു സേ നോ, ഐ എം ഡൺ വിത്ത് ഇറ്റ്, ഇനഫ് എന്ന് പറയാനുള്ള ഒരു റൈറ്റ് നമുക്ക് വേണം. നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ നമ്മളുടെ കയ്യിൽ തന്നെ വരണം. അല്ലാണ്ട് വേറൊരാളല്ല നമ്മുടെ ലൈഫ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് പലർക്കും പലതും ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു പവർ നമ്മൾ കൊടുക്കരുത്. അപ്പം എൻ്റെ ലൈഫിന്റെ കൺട്രോൾ അത് എൻ്റെ അടുത്ത് തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിനൊക്കെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകൾക്ക്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. ഇത്തരത്തിലുള്ള അബ്യൂസുകൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ ഇതൊന്നും സ്ത്രീകൾക്ക് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ പൈസ വേണം. ഇനി ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എങ്ങനെ എത്താം? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഫിനാൻഷ്യൽ ലിറ്ററസിയാണ്. അതായത് സാമ്പത്തിക സാക്ഷരത. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഏത് സെൽഫ് ഹെൽപ്പ് ബുക്സ്, ഫിനാൻസ് റിലേറ്റഡ് സെൽഫ് ഹെൽപ്പ് ബുക്സ് നോക്കിക്കഴിഞ്ഞാലും ഏത് ആർട്ടിക്കിൾസ് വായിച്ചു കഴിഞ്ഞാലും ബേസിക് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത് സെയിം ആണ്. എല്ലായിടത്തും ഇതേ കാര്യം തിരിച്ചു മറിച്ചാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, ഏൺ, സേവ്, ഇൻവെസ്റ്റ്. ഇത്രയേ ഉള്ളൂ. സമ്പാദിക്കുക, സേവ് ചെയ്യുക, ഓക്കെ, അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പം ഏൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കിയിട്ട് വേണം സേവ് ചെയ്യാൻ, എന്നിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കില്ല് വേണം, നമ്മൾക്ക് പഠിച്ചിട്ടൊരു നല്ല ജോലി വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്കില്ല്. ഇപ്പം ടൈലറായിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാം. നമ്മൾക്ക് എന്താണോ കഴിവുള്ളത്, നമ്മളുടെ കഴിവ് മനസ്സിലാക്കിയിട്ട് അത് ആ സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം. അപ്പോൾ പൈസ ഉണ്ടാക്കണം. അപ്പം എൻ്റെ ഒരു ലൈഫിലും ഞാൻ മനസ്സിലാക്കിയത്, എങ്ങനെയെങ്കിലും നമ്മൾക്കൊരു വരുമാന മാർഗം ഉണ്ടാവണം. ചെറുപ്പത്തിലെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതായിരുന്നു. കാരണം ഞാനൊരു സിംഗിൾ പാരന്റ് കിഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ അമ്മേനെ പോലെ കഷ്ടപ്പെടേണ്ടി വരരുതെന്ന് ചെറുപ്പത്തിലേ എനിക്ക് തോന്നിയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ
പഠിക്കാനും പൈസ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്റ്റാർട്ട് അവിടെ നിന്നായിരുന്നു. അതായത് ലൈഫ് ഇങ്ങനെ ആയാൽ പോരാ, മെച്ചപ്പെടണം, ബെറ്റർ ആവണം, ഫിനാൻഷ്യലി ബെറ്റർ ആവണം എന്നുള്ളൊരു തോട്ട് ചെറുപ്പത്തിലേ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഷ്ടപ്പെട്ടാലേ ആ തോട്ട് വരാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അല്ലാണ്ട് നമുക്ക് മനുഷ്യർക്ക് ആ ഒരു തോട്ടൊക്കെ വരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പൈസ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പൊ സമ്പാദിക്കണം, അതിനുശേഷം എന്താണ്, സേവ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് പൈസ സേവ് ചെയ്യുക, അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചില സമയത്തുണ്ടല്ലോ നമ്മൾക്ക് ഏർണിങ്സ് ഒരുപാട് കൂട്ടാൻ പറ്റണമെന്നില്ല അല്ലെ. നമ്മൾക്ക് വരുമാനം ചിലപ്പോൾ ഒരു പോയിന്റ് നിൽക്കും. അപ്പൊ നമുക്ക് വരുമാനം ഒരു ലെവലിൽ കൂട്ടാൻ പറ്റാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പൈസ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചെലവുകൾ കുറക്കണം, സ്പെൻഡിങ് കുറക്കണം. സുധാമൂർത്തി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ഏൺ, ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് യു സ്പെൻഡ്. അതിലാണ് കാര്യം. അപ്പൊ നമ്മുടെ സ്പെൻഡിങ് കുറക്കണം. സ്പെൻഡിങ് കുറക്കുമ്പോൾ നമ്മുടെ സേവിങ്സ് കൂടും. ഓക്കെ, ആ സേവ് ചെയ്ത പൈസ എടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം എങ്ങനെയാണ് സേവിങ്സ് നമുക്ക് കൂട്ടാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെലവുകൾ കുറക്കാൻ പറ്റുക, ചെലവുകൾ കുറച്ച് സേവിങ്സ് കൂട്ടാൻ പറ്റുക. ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മൾ അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ട്. നമ്മൾ അറിയാണ്ട് പല ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് കണ്ട് പൈസ ചെലവാക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ല, പൊതുവെ എല്ലാവർക്കും ഇത് പറ്റുന്നുണ്ട്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചെടുത്ത് പറയുമ്പോൾ നമ്മൾ പൊതുവെ സ്ത്രീകൾ അധികം ഫോളോ ചെയ്യുന്നത് ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ആവാം, ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ്. ഇത്തരം ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഇതൊക്കെ വാങ്ങാൻ തോന്നും. ആൻഡ് മനുഷ്യനൊരു സ്വഭാവമുണ്ട്, നമുക്ക് ഒരു സാധനം കാണുമ്പോൾ നമുക്ക് വേണം തോന്നും. അത് നമ്മുടെ തെറ്റല്ല, അവരത്തരം വീഡിയോസ് ഇടും, അത് അവരുടെയും തെറ്റല്ല. അപ്പം എല്ലാവർക്കും പൈസ വേണം. അപ്പൊ ഈ ഇൻഫ്ലുവൻസേഴ്സും പൈസ വാങ്ങിയിട്ടാണ് നമ്മളുടെ മുമ്പിൽ പല വീഡിയോസും കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവെയർ ആയിരിക്കണം. പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ വളരെയധികം മൈൻഡ്ഫുൾ ആയിരിക്കണം. ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, നമ്മൾ വലിയ പൈസയൊന്നും ഇവിടെ ചെലവാക്കുന്നില്ല തോന്നും. പക്ഷെ നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ പൈസയാണ് നമ്മൾ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് കണ്ട് ചെലവാക്കുന്നത്. ഡ്രസ്സ് ആയിക്കോട്ടെ, വീട്ടിലെ ഡെക്കർ ഐറ്റംസ് ആയിക്കോട്ടെ, ട്രാവൽ ആയിക്കോട്ടെ, മറ്റുള്ളവരെ ലൈഫ് സ്റ്റൈല് അതുപോലെ പകർത്താൻ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ നഷ്ടമുണ്ട്. മാനസിക സമ്മർദ്ദം വേറെ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് കാണുമ്പോഴും അത് ശരിക്കും നമ്മൾക്ക് വേണോ, ഇതെനിക്ക് തോന്നുന്നതാണോ, അതോ ഇതെനിക്ക് ശരിക്കും വേണോ എന്ന് മനസ്സിലാക്കി വേണം നമ്മളൊരു തീരുമാനം എടുക്കാൻ. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അവര് പൈസ വാങ്ങിയും വാങ്ങാണ്ടും നമ്മുടെ മുമ്പിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാനാണ്. അവര് ചെയ്യുന്ന കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും, അവര് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ വീഡിയോസ്. അങ്ങനെയാണ് അവര് അവരുടെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും. പക്ഷെ നമ്മൾക്ക് ശരിക്കും അത് ആവശ്യമുണ്ടോ? നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആൾക്കാർ. ഈ അഡ്വർടൈസ്മെന്റ്സിന്റെ ഒക്കെ നേച്ചർ തന്നെ ഈ ഹ്യൂമൻ ബ്രെയിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിലോട്ടേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, വീഴാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് അവയർനെസ് വേണം, ബോധവതികളായിരിക്കണം. ഇപ്പൊ ഒരു ബ്യൂട്ടി വ്ളോഗർ വന്ന് പറയണതാ, ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം ഞാൻ നന്നായി മുഖക്കുരുവൊക്കെ പോയി. അപ്പൊ നമ്മൾ അത് അപ്പൊ തന്നെ കണ്ണും മൂട്ടി അത് വാങ്ങാൻ പോകരുത്. നമ്മൾ ആ ഒരു ഇമ്പൾസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. അതിന് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യണം. അത് നമ്മൾ കുറച്ച് നാളത്തേക്ക് അത് ട്രെയിൻ ചെയ്താൽ നമ്മൾ ഇവൻച്വലി പിന്നെ എന്ത് അത്തരം റീൽസോ വീഡിയോസോ കാണുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും. ആ ചിന്താശേഷി നമ്മൾ വളർത്തിയെടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുണ്ട് പലതും തെറ്റായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മിനിമലിസം. മിനിമലിസം എന്ന് വെച്ചാൽ എന്താണ്, വീട്ടിൽ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ജീവിക്കുക, അതാണ് മിനിമലിസം. പക്ഷെ മിനിമലിസം എന്നുള്ള പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന ആൾക്കാർ വളരെ മനോഹരമായ വീട്, കുറെ ഡെക്കർ ഐറ്റംസ്, അവിടെ ഓരോരോ വാൾ പെയിന്റിങ്സ്, വാൾ പേപ്പർ, കുറെ ചെടികള്, പൂക്കള്, അങ്ങനെ പല സാധനങ്ങളും വീട്ടിൽ ഇങ്ങനെ മനോഹരമാക്കാൻ വെച്ചിട്ടുണ്ടാവും. അതല്ല മിനിമലിസം. മിനിമലിസം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്ത് സാധനം വാങ്ങുമ്പോഴും അതിനൊരു സ്റ്റോറി ഉണ്ടാവണം, അതിനൊരു വാല്യൂ ഉണ്ടാവണം, നമ്മുടെ ലൈഫായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവണം. നമ്മളിങ്ങനെ മോടി പിടിപ്പിക്കാൻ സാധനങ്ങൾ വാങ്ങി ഇന്റീരിയർ ആയിട്ടൊക്കെ വെക്കുന്നതിൽ പൊതുവെ എനിക്കൊരു യോജിപ്പില്ല. അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് പൊതുവെ ഒരുപാട് വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ടെൻഷനാണ്. എനിക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. വീട് വൃത്തിയാക്കി വെക്കാൻ അറിയാം, പക്ഷെ ഒരുപാട് ഓർഗനൈസേഴ്സ്, ഒരുപാട് വീട്ടിലിങ്ങനെ സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ നല്ല വൃത്തിക്ക് അവരുടെ കിച്ചൺ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ അയ്യോ എന്റെ കിച്ചൺ ഇത്ര നീറ്റ് അല്ലല്ലോ, എനിക്ക് ഇതുപോലെ കിച്ചൺ നന്നായി വെക്കണം. നമുക്കത് ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും, അയ്യോ ഇത്ര വൃത്തിക്ക് എങ്ങനെ വെക്കും, ഇതാലോചിച്ചിട്ട് എനിക്ക് സ്ട്രെസ് ആവും. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചില വീടുകളിൽ പോയാൽ നമ്മൾ കാണാം, അവർ വീട് വളരെ മനോഹരമായിട്ട് ചിട്ടയായിട്ട് എല്ലാം കൃത്യസ്ഥാനത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, അവൾ ഇങ്ങനെയാണ് എല്ലാം കൃത്യമായിട്ട് വെക്കുക. അവൾക്ക് OCD ആണ്. ഇങ്ങനെ കൃത്യമായിട്ട് വളരെ നീറ്റായിട്ട് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റാത്ത രീതിയിൽ വൃത്തിയാക്കി വെക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അവർക്ക് ആനന്ദമായിരിക്കും, നമുക്കതൊരു ഭാരമായിരിക്കും. അപ്പം അതാണ് എല്ലാം നമ്മളെ കൊണ്ട് പറ്റും അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്ട്രെസ് ആവും. അതുപോലെ തന്നെയാണ് ട്രാവൽ. എന്റെ അനുഭവത്തിൽ തന്നെ പറയാം. റീസെന്റ് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, നീ എന്താ ട്രാവൽ ചെയ്യാത്തത്? നമ്മൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തോന്നും ട്രാവൽ ചെയ്യണമെന്ന്, പക്ഷെ ശരിക്കും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യണ്ട.
കാരണം എനിക്ക് ട്രാവൽ ചെയ്യാൻ, എനിക്ക് ബസ് യാത്ര ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ഭയങ്കര ക്ഷീണം വരും, ഞാൻ പെട്ടെന്ന് ടയേർഡാവും. അത് എനിക്കൊരു പ്രശ്നമാണ്. ഞാൻ എവിടെയെങ്കിലും ട്രാവൽ ചെയ്താൽ തന്നെ ഞാൻ വളരെ കുറച്ച് ചുറ്റളവിൽ മാത്രമേ കറങ്ങാറുള്ളൂ. ഒരുപാട് ദൂരമൊക്കെ കറങ്ങി കഴിഞ്ഞാൽ അന്ന് മൊത്തം ക്ഷീണമായിരിക്കും. അപ്പൊ എല്ലാവർക്കും പറ്റിയൊരു കാര്യമല്ല ട്രാവൽ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ എന്താണ് പറയുന്നത്, നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർന്നു, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഫെയിലിയർ. അങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ നമുക്ക് ഫീൽ ആവരുത്. ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിയതല്ല, എനിക്ക് പറ്റിയ വേറെ പലതും ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേറെ പലതും ഉണ്ട്. അപ്പൊ നമ്മൾ ആ പ്രഷറിൽ പെട്ടുപോകരുത്. ആ പ്രഷറിൽ പെട്ട് പോയിട്ട് ഇപ്പൊ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ്, ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ വീഡിയോസ് കണ്ട് എനിക്ക് അവിടെ പോകണം, എനിക്ക് ഈ ഡ്രസ്സ് വേണം, എനിക്ക് ഈ ഡെക്കർ ഐറ്റം വാങ്ങണം, എനിക്ക് ഈ മേക്കപ്പ് പ്രൊഡക്റ്റ് വാങ്ങണം, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെലവ് കുറക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ചെലവാക്കാൻ വളരെ ഈസിയാണ്, നമ്മൾ അറിയാണ്ട് ചെലവാക്കിപ്പോൾ. ഒരു പരസ്യം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരസ്യം, അത് തന്നെ ഫേസ്ബുക്കിലും കാണും, അതിങ്ങനെ തിരിച്ചും മറിച്ചും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വാങ്ങിയേക്കാം, ഓഫറൊക്കെ ഉള്ളതല്ലേ വാങ്ങാം. ഓഫർ ഉള്ളത് കൊണ്ടല്ല നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങേണ്ടത്, നമുക്ക് ആ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം. ഒന്നും വാങ്ങാണ്ടിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങണം. നമ്മൾ ഈ ഭൂമിയിൽ വന്നത് പലതും ആസ്വദിക്കാനാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ആസ്വദിക്കണം. പൈസ ഒരു എനർജി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പൈസ കെട്ടിപ്പിടിച്ച് വെക്കേണ്ട ഒരു കാര്യമല്ല, പൈസ ചെലവാക്കണം. പക്ഷെ മൈൻഡ്ഫുൾ ആയിരിക്കണം. മൈൻഡ്ഫുള്ളി സ്പെൻഡ് ചെയ്യുക, സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യുക. ഒരിക്കലും സ്ട്രെസ് റിലീഫിന് വേണ്ടി പല സ്ത്രീകളും ഉണ്ട്, സ്ത്രീകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഷോപ്പിങ്ങിന് പോകുന്നതിന് സ്ട്രെസ് റിലീഫ്. ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭർത്താവിനോട് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ പുള്ളിന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പോയിട്ട് സ്പെൻഡ് ചെയ്യത്ര. അപ്പം ഇങ്ങനെ ആവരുത് പൈസ സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ മൈൻഡ്ഫുള്ളി സ്പെൻഡ് ചെയ്യുക. പലരും എന്താണ് സ്ട്രെസ് മാറ്റാൻ വേണ്ടി ഷോപ്പ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞ് വലിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞ് വന്നിരുന്ന് ദുഃഖിക്കും, അയ്യോ ഞാൻ എന്തിനു ഇത് വാങ്ങി, എന്തിനു ഞാൻ ഇതൊക്കെ വാങ്ങി പൈസ കളഞ്ഞു. മനസ്സിനോട് പറയാം, സി ഞാൻ ഇതെന്തിനാ ചെയ്യുന്നത്, എനിക്ക് ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ, ഞാൻ സ്ട്രെസ് റിലീഫിനാണോ ഈ പൈസ ചെലവാക്കുന്നത്. നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ബോധവതികളാവുക. അപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ആ പൈസ ചെലവുകൾ കുറക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്നവര് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏർണിങ്സ് നിങ്ങൾ കൂട്ടാൻ നോക്കുക. ഇനി ഏർണിങ്സ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്പെൻഡിങ് കുറക്കാൻ നോക്കുക. സ്പെൻഡിങ് കുറച്ചിട്ട് സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. പൈസ സേവ് ചെയ്ത്, പൈസ ഇൻവെസ്റ്റ് ചെയ്ത്, പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്ത്രീകളെ അച്ചീവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയാം. നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. ആ സ്റ്റാൻഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. നമ്മുടെ ലൈഫ് വളരെ മീനിങ് ആക്കണം. ഇതിനൊക്കെ നമുക്ക് സ്കില്ല് ബിൽഡ് ചെയ്ത് നമ്മൾ പൈസ സേവ് ചെയ്ത് പൈസ ഉണ്ടാക്കണം. പൈസ കയ്യിൽ നിന്ന് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു ബലം, അതൊരു ബലമാണ്. പല തീരുമാനങ്ങൾ എടുക്കാനുള്ള ബലം. പല സ്ത്രീകൾക്കും പല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതും ടോക്സിക് ആയ റിലേഷൻഷിപ്പിലൂടെ അവർ കടന്നു പോകുന്നതും നമുക്കറിയാം. നമ്മൾ ചുറ്റുമാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പല സ്ത്രീകളും അവരുടെ വീടുകളിൽ കഷ്ടപ്പെടാണ്, പുറത്തേക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ബിക്കോസ് പൈസ തന്നെയാണ് പ്രശ്നം. പൈസ ഒരു വലിയ പ്രശ്നമാണ്. എന്ത് ചെയ്യും പുറത്തു വന്നാൽ? ആരാണുള്ളത് നോക്കാൻ? ആരുമില്ല. അപ്പം പൈസ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ വിക്ടിം പ്ലേയിങ് അതും നമ്മൾ നിർത്തും. ആരുമില്ല, ആരും വേണ്ട, എനിക്ക് ഞാൻ തന്നെ ഉണ്ട് എന്നൊരു ഫീല് വരും. പൈസ ഉണ്ടെങ്കിൽ ഞാനുണ്ട്, എനിക്ക് ആ ഒരു ഫീൽ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. പൈസ ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ ഏൺ ചെയ്യുന്നതിൽ വളരെ ചുരുങ്ങിയത് ചിലവാക്കാൻ ശ്രമിക്കുക. ചിലവ് കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് സേവിങ്സ് കൂട്ടണം. സേവിങ്സ് കൂട്ടിയിട്ട് ആ പൈസ എടുത്ത് നമ്മൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സ്കീംസിലോ എവിടെയെങ്കിലും ആയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് എങ്ങനെയാണ് നിങ്ങൾ പൈസ ചെലവാക്കുന്നത്? എങ്ങനെയൊക്കെ നമുക്ക് പൈസ സേവ് ചെയ്യാം? നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ. ബൈ.